ചിന്നക്കനാലിൽ അരിക്കൊമ്പന് ശേഷം ചക്കക്കൊമ്പൻ അരി തേടി ഇറങ്ങാൻ തുടങ്ങിയതോടെ നാട്ടുകാർ ആശങ്കയിലായി. രണ്ടാഴ്ചക്കിടെ റേഷൻ കടയും ഒരു വീടും ചക്കക്കൊമ്പൻ തകർത്തുവെന്നാണ് പറയുന്നത്. ചുറ്റും സ്ഥാപിച്ച സോളാർ ഫെൻസിംഗ് തകർത്താണ് ചക്കക്കൊമ്പൻ ഈ റേഷൻ കട ആക്രമിച്ച് തകർത്തത്. അരിച്ചാക്കുകൾ പുറത്തിട്ട് അരിയും ഭക്ഷിച്ചാണ് ആന മടങ്ങിയത്. അരിക്കൊമ്പൻ 13 തവണ തകർത്ത പന്നിയാറിലെ റേഷൻ കട കഴിഞ്ഞ ഒക്ടോബറിലാണ് പുതുക്കി പണിതത്. അരിക്കൊമ്പൻ പോയതോടെ ഇനി ശല്യമുണ്ടാകില്ലെന്ന് കരുതിയ കടയുടമ ആന്റണിക്ക് തെറ്റി. അരിക്കൊമ്പൻ പോയതോടെ അല്പം ആശ്വാസം ഉണ്ടായിരുന്നു. തന്നെയല്ല, വനവകുപ്പിൻ്റെ ഫെൻസിങ്ങൊക്കെ ആയപ്പോൾ നമുക്കൊരു ഷുവർട്ടി ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളെല്ലാം ഞെട്ടിച്ചുകൊണ്ടാണ് മിഞ്ഞാന്ന് രാവിലെ ചക്കക്കൊമ്പൻ ഇവിടെ വരികയും പുറത്ത് നിന്ന് ഒരു കൊടിമരം പിഴുത് ഫെൻസിങ് തകർത്തുകൊണ്ടാണ് അകത്തോട്ട് കയറി വന്ന് ഈ പൊളിക്കുകയും 4 ചാക്കോളം അരി എടുത്ത് നിലത്തിടുകയും കുറേയൊക്കെ ഭക്ഷിച്ചിട്ട് പോവുകയും ചെയ്തു. അപ്പോൾ ഇതൊരു ശീലമായി അരിക്കൊമ്പന് പഠിക്കുകയാണെന്നൊരു സംശയമുണ്ട്. അപ്പോൾ ഇതിങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ ഇനി ഇത് ആവർത്തിക്കാനും ചാൻസ് ഉണ്ട്. അരിക്കൊമ്പൻ ഏറെ ഇഷ്ടം റേഷനരിയായിരുന്നു. ചക്കക്കൊമ്പനും അതേ പാതയിലാണ്. റേഷനരിയോടാണ് ഇപ്പോൾ കമ്പം. പന്നിയാറിലെ റേഷൻ കട പൊളിച്ചതിന് പിന്നാലെ 301 കോളനിയിലെ വീട് പൊളിച്ചതും റേഷനരിക്കായാണ്. അരി തേടി ചക്കക്കൊമ്പനും വീട് പൊളിച്ചു തുടങ്ങിയത് നാട്ടുകാരെ വലിയ ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ട്. ഭയങ്കര ഒരു ഭീതിയാണ്. കാരണം എപ്പോഴും ആന ഉണ്ട് ഇവിടെ നിലവിൽ. പക്ഷെ അത് എപ്പോഴും ആന ഉണ്ടെന്ന് ചിന്തിച്ചിട്ട് നടന്നാലേ നമുക്കത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അത് ഏത് സമയത്താ എവിടെ വെച്ചാൽ എങ്ങനെയാ വെച്ചാൽ കാണാമെന്ന് പറയാൻ പറ്റില്ല. അരിക്കൊമ്പനെ ഭയന്ന് 301 കോളനി നിവാസികൾ വീടിന് മുകളിൽ പണ്ട് കെട്ടിയ കുടിലുകൾ ഇപ്പോഴുമുണ്ട്. അത് വീണ്ടും ആശ്രയിക്കേണ്ടി വരുമോ എന്ന പേടിയിലാണ് ഈ മനുഷ്യർ. വീടിനുള്ളിൽ അരി സൂക്ഷിച്ചു വെച്ചിരുന്ന വീപ്പയാണിത്. കഴിഞ്ഞ ദിവസം രാത്രി ചക്കക്കൊമ്പൻ ഈ വീടിന്റെ ഭിത്തി പൊളിച്ച് ഇതിനുള്ളിൽ നിന്ന് അരി അകത്താക്കി. ഇതൊരു സ്ഥിരം സംഭവമായാൽ 301 കോളനി നിവാസികൾക്ക് ഇനിയുള്ള രാത്രികൾ അത്ര സുഖകരമാവില്ല. ഹരീഷിനൊപ്പം രാഹുൽ വിജയൻ, 24 ഇടുക്കി.